പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം എന്താ വെച്ചാൽ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നീട് ഈ പ്രായമുള്ള ആളല്ലേ, ഒരു ക്യാൻസർ വന്നതല്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചികിത്സിച്ചിട്ട് എന്ത് ചെയ്യുവാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് പലരുടെയും മനസ്സിലൂടെ കടന്നു പോവുക. അതുപോലെ മൂത്രം ഒഴിക്കുമ്പോഴുള്ള സ്ട്രീം അത് കുറഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം. പൂർണ്ണമായി ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥ കൂടി വരാം. ഫുള്ളായിട്ട് പോവുകയില്ല, വീണ്ടും കൂടി ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ്. ബിസ്മില്ല, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ അതിഥി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഫവാസ് അലിയാണ്. ഡോക്ടർക്ക് ഹൃദയമായ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ടൈപ്പ് ക്യാൻസറിൽ പെട്ട ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ എന്നുള്ളത്. പലപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുമ്പോൾ പല ആൾക്കും മൂത്ര സംബന്ധമായ അസുഖം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിൻ്റെ ധർമ്മം എന്താണ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി അസുഖത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എപ്പോഴും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെയും നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിനെ പോലത്തെ പറഞ്ഞ അത് അധികം ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. പ്രായമായവരിൽ കാണുന്ന ക്യാൻസർ ആയതുകൊണ്ട് തന്നെ അതിനെ ചികിത്സിക്കണോ വേണ്ടേ എന്നുള്ളത് പലരും 2 വട്ടം ആലോചിച്ചതിന് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. രോഗിയുടെ ബന്ധുക്കൾക്കും അതിൽ ചികിത്സയിൽ കുറച്ച് എത്രത്തോളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? പക്ഷേ വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് ഈ സ്തനാർബുദം പോലെ തന്നെ പ്രാരംഭ ദിശയിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ വളരെ ചെറിയ ചികിത്സ കൊണ്ട് തന്നെ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറുകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്താണെന്ന്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രനാളി തുടങ്ങുന്ന ഭാഗത്ത്, ബ്ലാഡറിൻ്റെ തുടങ്ങുന്ന ഭാഗത്ത് ഒരു അവയവമാണ്. അവ ഉണ്ടാക്കുന്ന ദ്രാവകം നമ്മുടെ ശുക്ലത്തിലേക്ക് നമ്മുടെ ബീജങ്ങൾക്ക് വളരെയധികം ന്യൂട്രീഷണൽ മെറ്റീരിയൽ, അതായത് ധാതുക്കൾ നൽകി പോഷകം നൽകുന്ന ഒരു നീരാണ് സ്രവം ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ അവയിൽ നിന്ന് ഉത്തേജനം കൊണ്ട് വളരുന്ന അവയവങ്ങളാണ്. അത് കുറേ കാലം കഴിഞ്ഞാൽ അവയുടെ വളർച്ച ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ മൂലം തന്നെ അത് കൂടി വന്നേക്കാം. അതിൽ നിന്ന് തന്നെ ക്യാൻസർ ഉദ്ഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കണക്കുകൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ അതിൻ്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് വളരെ കൂടുതലാണ്. ഇന്ത്യയോട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഇന്ത്യയിൽ കുറവാണ്. അത് കാരണം കണ്ടുപിടിക്കുന്നതും സ്ക്രീനിങ്ങും വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഏകദേശം പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന പോലത്തെ രീതിയിൽ നമ്മൾ രണ്ടാമതായിട്ട് തന്നെ വേണമെങ്കിൽ കാണാൻ പറ്റും. അതായത് കേരളത്തിലെ രണ്ടാമത്തെ ക്യാൻസർ ഏറ്റവും കൂടുതൽ ശ്വാസകോശം കഴിഞ്ഞാൽ തൊണ്ടയിലും വായിലുള്ള ക്യാൻസർ തന്നെയാണ്. അത് പുകയില ഉപയോഗം തന്നെ അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. മൂന്നാമതായിട്ട് ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഒരു സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറും കോളറക്ടൻ വൻകുടലിലുള്ള ക്യാൻസറുകളും അത് ഏകദേശം നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്നാമത് അത് റിപ്പോർട്ട് ചെയ്യുന്നത് കുറവായിരിക്കും. കാരണം അധികം ആൾക്കാർക്കും അവർക്ക് പ്രായമാകുമ്പോൾ ഈ ക്യാൻസർ കണ്ടേക്കാം. പക്ഷേ അത് അവർക്ക് പ്രശ്നമുണ്ടാക്കാതെ അവരുടെ ജീവിതകാലം മൊത്തം കുഴപ്പമില്ലാതെ അവർ പോയേക്കാം. പക്ഷേ ചിലർക്ക് അത് പ്രശ്നമുണ്ടാക്കാം. ആ പ്രശ്നമുണ്ടാക്കുന്നത് എന്തൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് രോഗിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ? കാര്യമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു ക്യാൻസർ വരുമ്പോൾ പ്രോസ്റ്റേറ്റ് തടിച്ചതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. പ്രോസ്റ്റേറ്റ് തടിക്കുന്നതും ക്യാൻസറും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രോസ്റ്റേറ്റിൻ്റെ തടിപ്പ് എന്ന് പറയുന്നത് ബ്രിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ. അത് പ്രശ്നമുള്ളതല്ല. അത് മൂത്രത്തിൻ്റെ ഒഴുക്കിനെ തടച്ചിൽ വരുത്തി ആൾക്ക് മൂത്രം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കൺട്രോൾ കിട്ടാതിരിക്കുകയും ഒഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി ഒഴിഞ്ഞു പോവാതിരിക്കുന്നതും അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ മൂത്രം ഒഴിക്കുമ്പോഴുള്ള സ്ട്രീം അത് കുറഞ്ഞു വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം. പൂർണ്ണമായി ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ട ഒരു അവസ്ഥ കൂടി വരാം. ഫുള്ളായിട്ട് പോവുകയില്ല, വീണ്ടും കൂടി ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയയുടെ ലക്ഷണം. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളും വരാനുള്ള സാധ്യത ഉണ്ടാവാം. ഇത് കൂടാതെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വേറെ സ്ഥലങ്ങളിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് എല്ലിലേക്കാണ് അത് ബാധിക്കാറ്.
ഊരവേദന, രാത്രിയുള്ള പ്രത്യേകിച്ചുള്ള ഊരവേദന, അല്ലെങ്കിൽ പെൽവിസ്, അതായത് നമ്മുടെ ഇടുപ്പിലേക്കുള്ള വേദന കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ അത് വളരെ റെയറായിട്ട് പൊട്ടലിലേക്കും കലാശിക്കാറുണ്ട്, എല്ല് പൊട്ടുന്ന അവസ്ഥയിൽ. അങ്ങനെ വേദന അല്ലെങ്കിൽ പൊട്ടലൊക്കെ ആയിട്ട് എല്ല് ഡോക്ടർക്ക് പോകുമ്പോൾ എല്ല് ഡോക്ടർ എക്സ്റേ എടുക്കുമ്പോഴാണ് ഇത് സാധാരണ ഒരു അസുഖമല്ല, ക്യാൻസർ എല്ലിനെ ബാധിച്ചാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ കൂടെ ആ സ്ഥിതിയിൽ കണ്ടുപിടിക്കുമ്പോൾ പോലും ഇത് നല്ല രീതിയിൽ നമുക്ക് ചികിത്സ കൺട്രോൾ ആക്കാൻ പറ്റുന്ന അസുഖമാണെന്നുള്ള പലരും മറന്നു പോകാറുണ്ട്. ഇത് കൂടാതെ മൂത്രം ഒഴിക്കുമ്പോൾ രക്തം കലർന്നുള്ള മൂത്രവും ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിൽ കാണാറുണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരുമ്പോൾ തന്നെ അത് മൂലത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് കൂടി വളരാനുള്ള സാധ്യത കൊണ്ട് അത് ചിലപ്പോൾ നമ്മൾ മലം പോകാനുള്ള ബുദ്ധിമുട്ടുകളായും ഈവൻ റെക്ടൽ ക്യാൻസർ ആണെന്ന് പോലും പലരും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറിനെ വ്യാഖ്യാനിക്കാറുണ്ട്. കാരണം അത് മൂലത്തിൻ്റെ ഉള്ളിലേക്ക് വളർന്ന് അത് റെക്ടൽ ക്യാൻസർ പോലെ, അതായത് മലാശയ ക്യാൻസറായിട്ട് ചിലർക്ക് തെറ്റിദ്ധരിക്കാൻ സാധ്യത. അപ്പോൾ പ്രധാനമായിട്ടും മൂത്ര സംബന്ധമായ പ്രയാസങ്ങൾ, അഥവാ മൂത്രം ഒഴിക്കുമ്പോൾ സ്ട്രീം കുറയാ, മൂത്രം പൂർണ്ണമായിട്ട് പോയതായിട്ട് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞ് വീണ്ടും മൂത്രമൊഴിക്കാൻ തോന്നുക, ഇങ്ങനെ അർജൻസി ആൻഡ് ഫ്രീക്വൻസി, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, പെട്ടെന്ന് പോകേണ്ടി വരിക, പോകുമ്പോൾ ഫുള്ളായിട്ട് പോകാതിരിക്കുക, അങ്ങനത്തെ പ്രയാസങ്ങളാണ് ഒന്ന്. അതതിൻ്റെ പ്രഷർ എഫക്റ്റ് കാരണമാണ്. അത് മൂത്രനാളിൽ ചെലുത്തുന്ന പ്രഷർ കാരണം ഉണ്ടാകുന്ന ഒരു പ്രയാസമാണ്. പിന്നീട് ഇത് ചില സമയത്ത് മൂത്രത്തിൽ രക്തക്കളർ ഉണ്ടാവുക, വിരളമായിട്ട് ഇത് എല്ലിനെ ബാധിച്ചു കഴിഞ്ഞാൽ എല്ല് സംബന്ധമായ വേദനകൾ, പ്രത്യേകിച്ച് നട്ടലിനെ ബാധിക്കുമ്പോൾ ബാക്ക് പെയിന്, പെൽവിസിനെ ബാധിക്കുമ്പോൾ ഇടുപ്പെല്ലിലെ വേദന തുടങ്ങിയ പ്രശ്നം. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ വരുന്നത് ഒരു 70 വയസ്സ് മേലെയുള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ടും. അപ്പോൾ അവർക്കൊക്കെ ഇത് പ്രായത്തിൻ്റെ അല്ലേ എന്നുള്ള ഒരു സംശയത്തിൽ അത് മിക്കവാറും നെഗ്ലക്റ്റ് ചെയ്യപ്പെടാൻ വേദനയൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള ഒരു ഇതിൽ ടെസ്റ്റ് ചെയ്യുകയും ഇത് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പ്രായമുള്ള ആൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതല്ലേ എന്നുള്ള രീതിയിൽ അത് തള്ളിക്കളയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട്, ഇതിന് ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ അതൊന്ന് കാര്യമായിട്ട് എടുക്കണം. കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നത് എന്തുകൊണ്ടും സേഫാണ്. കാരണം ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ തുടക്കത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സ വളരെ ഫലപ്രദമായി ചെയ്യാവുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതും ഒരു ക്യാൻസറാണ്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ ബ്ലഡിൽ ഒരു ടെസ്റ്റ് ചെയ്താൽ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ അധികവും നമുക്ക് കണ്ടുപിടിക്കാം. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അല്ലെങ്കിൽ PSA, അതിൽ ഫ്രീ PSA, ടോട്ടൽ PSA റേഷ്യോ വെച്ചിട്ടും അല്ലെങ്കിൽ PSA ചെയ്തുകൊണ്ടും നമുക്ക് അറിയാൻ പറ്റും. എപ്പോഴും PSA കൂടിയതുകൊണ്ട് ക്യാൻസറാണെന്ന് പറയാൻ പറ്റില്ല. ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയയിലും PSA കൂടാം. പക്ഷേ അത് ഒരു പരിധി വിട്ട് കൂടുമ്പോൾ എപ്പോഴും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ആണെന്നുള്ള സംശയം നമ്മുടെ ബലപ്പെടുന്നതാണ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു. ഇതിന് രോഗി ഈ ഒരു ലക്ഷണങ്ങളുമായിട്ട് ഫസ്റ്റ് സ്വാഭാവികമായിട്ടും എത്തുക യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുക. അപ്പോൾ യൂറോളജിസ്റ്റ് സാധാരണഗതിയിൽ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയായിരിക്കും? യൂറോളജിസ്റ്റ് സാധാരണ രീതിയിൽ ടെസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് പരിശോധന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും നമ്മളൊരു രോഗിയെ കാണുമ്പോൾ ആദ്യം പരിശോധനയാണ് നടത്തേണ്ടത്. ലക്ഷണങ്ങളൊക്കെ വിശദമായിട്ട് കേട്ടതിന് ശേഷം പരിശോധന നടത്തുക. അപ്പോൾ ഈ ആദ്യമായിട്ടൊരു ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, അതായത് മൂലത്തിനുള്ളിലൂടെ കൈ വിരൽ നോക്കിക്കഴിഞ്ഞാൽ പെർ റെക്ടൽ എക്സാമിനേഷൻ എന്ന് നമ്മൾ പറയും. നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പോസ്റ്റീരിയർ, അതായത് അതിൻ്റെ പിറകു ഭാഗം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ കഴിയും. അത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതൊരു ഹാർഡ് പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ, അതിൽ നല്ല കട്ടിയോട് കൂടിയുള്ള പ്രോസ്റ്റേറ്റാണ്, പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിൻ്റെ സാധ്യതകൾ വർദ്ധിക്കുന്നു. പക്ഷേ എല്ലാ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളും നമുക്ക് അങ്ങനെ പരിശോധിച്ചുകൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം മുൻവശത്ത് വരുന്ന ക്യാൻസറുകൾ നമ്മൾ ആ ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ മിസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ അത് ചിലപ്പോൾ വേറെ വല്ല കയലകൾ വീങ്ങിയൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുക, വരിക. അപ്പോൾ ആ കയലകൾ വീങ്ങി നോക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലും ക്യാൻസറാണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നീട് നോക്കുമ്പോഴായിരിക്കും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറാണെന്ന് മനസ്സിലാവും. അതുകൂടാതെ തന്നെ ഈ മൂത്രത്തിൻ്റെ ബ്ലോക്കിൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ അവർ അൾട്രാസൗണ്ട് സ്കാനോ അല്ലെങ്കിൽ CT സ്കാനോ ചിലപ്പോൾ ചെയ്യിപ്പിക്കാറുണ്ട്. പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം എന്താ വെച്ചാൽ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നീട് ഈ പ്രായമുള്ള ആളല്ലേ, ഒരു ക്യാൻസർ വന്നതല്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചികിത്സിച്ചിട്ട് എന്ത് ചെയ്യുവാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് പലരുടെയും മനസ്സിലൂടെ കടന്നു പോവുക. പക്ഷേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിച്ച് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയല്ല. ആളെ വളരെ നോർമലായിട്ട് കൊണ്ട് തന്നെ ഒരു ഇഞ്ചക്ഷൻ വഴിയൊക്കെ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഒരു വീക്ക്നെസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അയാളുടെ ഒരു ചെറിയ വീക്ക് പോയിന്റ് എപ്പോഴും അയാൾക്ക് ഹോർമോണുകളുടെ അനുസൃതമായിട്ട് വളരുന്ന അവയവമാണ് തുടക്കത്തിൽ. പിന്നീടാണ് ഹോർമോണുകളെ
വ്യത്യാസപ്പെടാതെ രീതിയിൽ വളരാൻ തുടങ്ങുന്നത്. അപ്പം തുടക്ക ദശയിൽ അവർ ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കാൻ ആയിട്ട് ചികിത്സ ചെയ്താൽ, അല്ലെങ്കിൽ ആൻഡ്രോജൻ ഡിപ്രിവേഷൻ തെറാപ്പി എന്ന് ഞങ്ങൾ പറയും, അത് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തുടക്ക സമയത്ത് അത് ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന 2 ഓപ്ഷൻസ്, ഒന്ന് നമുക്ക് വൃഷ്ണം റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. വൃഷ്ണം റിമൂവ് ചെയ്യുന്നത് വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നമുക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ തന്നെ വൃഷ്ണം റിമൂവ് ചെയ്യുന്നതിൻ്റെ അതേ എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് 3 മാസത്തിൽ കൂടുതൽ 3 മാസത്തിലൊരിക്കൽ എടുക്കുന്ന ഇഞ്ചക്ഷനുകളാണ്. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന് നല്ല രീതിയിൽ ചുരുക്കം വരും. 4ാമത്തെ സ്റ്റേജ് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് പുതിയ രീതിയിലുള്ള ചികിത്സാവിധികളായിട്ടുള്ള വേറെ ഹോർമോൺ ഡിപ്രിവേഷൻ തെറാപ്പീസും ആൻഡ്രോജൻ റിസപ്റ്റർ ബ്ലോക്കേഡ് അല്ലെങ്കിൽ ആൻഡ്രോജൻ്റെ ലെവൽ വീണ്ടും കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളും ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാവുന്നതാണ്. ഓക്കെ. ഇനി ഇതിൽ എന്താ മൂത്രതടസ്സവുമായി ബന്ധപ്പെട്ട് വരുന്നതിൽ മെജോറിറ്റി ആൾക്കും ക്യാൻസർ ആകുകയില്ല എന്ന് പറഞ്ഞല്ലോ. അവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ജസ്റ്റ് ഒരു വളർച്ച, BPH എന്ന് പറയുന്ന ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്ന അവസ്ഥ മാത്രമായിരിക്കുന്നതാണ്. അതും ക്യാൻസറും തമ്മിൽ വേർതിരിക്കുന്നത് എവിടെയാണ്? എങ്ങനെയാണ് രണ്ടും വ്യത്യാസപ്പെടുന്നത്? ഐ മീൻ അത് രണ്ട് സെപ്പറേറ്റ്. BPH എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയാണ്. അത് നോഡുലറായിട്ട് പല സ്ഥലങ്ങളിലും പ്രോസ്റ്റേറ്റ് വളർന്നുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഇവിടെ എവിടെയെങ്കിലും ഒരു കോശക്കൂട്ടങ്ങളിൽ ഒരു കോശക്കൂട്ടത്തിന് ജനിതക വ്യതിയാനം വരുന്നത് വഴി അവ കൺട്രോൾ ഇല്ലാതെ വളരുന്ന, സ്പീഡ് കൂടി വളരുന്ന അവസ്ഥയാണ് പ്രോസ്റ്റേറ്റ്. രണ്ടും സ്കാനിങ്ങിൽ കണ്ടെത്താൻ കഴിയുമോ? സ്കാനിങ് ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്തിക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ നമുക്ക് ഡോക്ടർക്ക് സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു MRI സ്കാനും കൂടി നിർദ്ദേശിക്കാറുണ്ട്. MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞാലാണ് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രാരംഭതയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക. MRI സ്കാനിൽ നമുക്ക് സംശയമേ, അത് പൈറായ്ഡ് സ്കോറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോറിംഗ് സിസ്റ്റം വഴിയാണ് അതിൻ്റെ സംശയം നമ്മൾ വെളിപ്പെടുത്താറ്. അതിനുശേഷം നമുക്ക് ആ സ്ഥലങ്ങളിൽ തന്നെ ബയോപ്സി എടുത്ത് ഒരു കൺഫർമേഷൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. തുടക്കസ്ഥിതിയിൽ കണ്ടുപിടിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ പൂർണ്ണമായും നമുക്ക് ഭേദമാക്കാവുന്നതാണ്. അതിന് സർജറി നിർബന്ധമല്ല. നമുക്ക് പ്രായമുള്ള ആളുകൾക്കാണെങ്കിൽ അത് ഏത് ടൈപ്പാണ്, അതിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കണോ വേണ്ടേ എന്ന് തന്നെ തീരുമാനിക്കുക. ചില ആൾക്കാർക്ക് അവർക്ക് നല്ല പ്രായമുള്ള ആൾക്കാരുണ്ട്, ചിലപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിച്ചേക്കാം. ആ ചികിത്സിച്ചില്ലെങ്കിൽ തന്നെ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അത് അയാളുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എന്നല്ലാതെ അയാളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ വരുത്തിക്കൊള്ളുന്നില്ല. മാത്രം അതിനുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതിയാവും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കത് സാധാരണഗതിയിൽ ഭയങ്കര അഗ്രസീവായിട്ട് വളരുന്നൊരു ക്യാൻസർ അല്ല. പക്ഷേ ചില കേസുകളിൽ അങ്ങനെ ആയിരിക്കാം. അതിന് നമ്മൾ ആ ഗ്രേഡിംഗ് സിസ്റ്റം, അതായത് ഓരോ കോശത്തിൻ്റെയും അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതായത് ഓരോ കോശവും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോരുത്തർക്കും വരുന്ന ക്യാൻസർ വ്യത്യസ്തമാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടച്ച് ഒരു കൂട്ടിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് ഓരോന്നും വ്യത്യസ്തമാണ്. അപ്പോൾ അവരുടെ സ്വഭാവം അനുസരിച്ച് അവയെ നമ്മൾ ചികിത്സിക്കാൻ പ്രാപ്തരായിരിക്കണം. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏത് ടൈപ്പാണ്, ഏത് ഗ്രേഡാണ് വരുന്നത്, ആ ഗ്രേഡിനനുസരിച്ചാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. അപ്പോൾ പ്രാരംഭ ചികിത്സ ഹയർ ഗ്രേഡ് ആണെങ്കിൽ എന്തായാലും ചികിത്സിച്ചേ മതിയാകും. അതുകൂടെ തന്നെ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം നോക്കിയാണ് ചികിത്സ കൊടുക്കാറ്. അത് തന്നെ നമുക്ക് ഈ ആൻഡ്രോജൻ ഡിപ്രിവേഷൻ തെറാപ്പി കുറേ കാലത്തേക്ക് തുടരാണ്ടി വരാറില്ല. അത് 2 വർഷത്തൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാറുണ്ട്, അത് തുടക്കസ്ഥിതിയിലാണെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് റേഡിയേഷൻ, അതായത് അവിടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള ഭാഗത്തേക്ക് റേഡിയേഷൻ കൊടുക്കുകയോ സർജറി ചെയ്യുകയോ ചെയ്യാം. നിർബന്ധമായും സർജറി ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. റേഡിയേഷനും ഒരു ഓപ്ഷനാണ്. സർജറിയിൽ തന്നെ നൂതനമായ റോബോട്ടിക് സർജറികളെല്ലാം പ്രോസ്റ്റേറ്റിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കാർസോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്ന രീതിയിൽ സർജറികൾ ഇന്ന് അവൈലബിൾ ആണ്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിലാണെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുന്ന രോഗം തന്നെയാണ്. പക്ഷേ ചിലർക്ക് ഈ പ്രായത്തിലുള്ള ആൾക്കാർക്ക് സർജറിയുടെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ, അവർക്ക് കൂടെയുള്ള ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസും ശരീരത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഫിറ്റ്നസ് കിട്ടാത്തതും പല പ്രശ്നങ്ങളും കാരണമാണ് പലപ്പോഴും ചികിത്സ വേണ്ട എന്നുള്ള തീരുമാനം പലരും എടുക്കുക. അപ്പോൾ ചികിത്സ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കണ്ട, സർജറി. യെസ്. ഓക്കെ.
ഇനി ഇതൊരു തവണ സർജറി ചെയ്തോ അല്ലെങ്കിൽ മറ്റ് കീമോതെറാപ്പി ചെയ്തോ ഒക്കെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വളരെ റെയറായിട്ട് നമ്മൾ കീമോതെറാപ്പി ഉപയോഗിക്കാറുള്ളൂ. ഹോർമോൺ നാലാമത്തെ സ്റ്റേജുകളിൽ അതും പ്രായത്തിനനുസരിച്ചിട്ടാണ്. വളരെ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ കീമോതെറാപ്പി കൊടുക്കാറില്ല. അല്ലാത്ത ഹോർമോൺ തെറാപ്പി തന്നെ നല്ല രീതിയിൽ ഫലം കിട്ടാറുണ്ട്. അങ്ങനെ ചെയ്ത് ഫലം കിട്ടിയ ആൾക്ക് പിന്നീട് ഇത് റിക്കറൻസ് വരാൻ വീണ്ടും ക്യാൻസർ വരാനുള്ള സാധ്യതകൾ ഓരോ ഗ്രേഡിനനുസരിച്ചും അതിൻ്റെ കഴലകളിലേക്കുള്ള സ്പ്രെഡിനനുസരിച്ചും എല്ലാം വ്യത്യസ്തമായിരിക്കും. തിരിച്ചു വരില്ല 100% നമുക്ക് പറയാൻ പറ്റില്ല. തിരിച്ചു വരികയാണെങ്കിലും ഇതേ രീതിയിലുള്ള ചികിത്സകൾ കൊണ്ട് നമുക്ക് കുറേ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാം. ഫോളോ അപ്പ് നിർബന്ധമാണ്. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവ് ഫോളോ അപ്പ് അല്ല. അവരുടെ പ്രായത്തിനും അവരുടെ ജീവിതത്തിൻ്റെ ചര്യകളെയും അവരുടെ കൂടെയുള്ള അസുഖങ്ങളെയൊക്കെ അനുസരിച്ചാണ് അവരുടെ ഫോളോ അപ്പുകളും നമ്മൾ യൂഷ്വലി പ്ലാൻ ചെയ്യാറ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്, എന്നാൽ അത് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ബാധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ചികിത്സിക്കാതിരിക്കേണ്ട. ചികിത്സിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ ചികിത്സിക്കുക തന്നെ വേണം. അതിന് അവരുടെ ശാരീരികമായിട്ട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ, ഇപ്പോഴുള്ള പ്രയാസങ്ങൾ അധികരിക്കാത്ത രീതിയിൽ, എന്നാലുള്ള പ്രയാസങ്ങൾ കുറക്കാവുന്ന രീതിയിലുള്ള ചികിത്സകളുണ്ട്. അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത അവരുടെ മറ്റ് ശാരീരിക അവയവങ്ങളുടെ പ്രയാസങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള ചികിത്സയും ഇന്നുണ്ട്. സർജറി മാത്രമല്ല ഓപ്ഷൻ, സർജറിയും ഓപ്ഷനായിട്ടുണ്ട്. അതും അധികം പ്രയാസപ്പെടുത്താത്ത സർജറിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായമുള്ള ആളുകൾക്കാണ് ഇത് രീതികളെല്ലാം അവർക്ക് ഉതകുന്ന രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചികിത്സിക്കാതിരിക്കരുത് എന്ന് തന്നെയാണ് വീണ്ടും. പിന്നെ ചികിത്സിക്കുന്നതുകൊണ്ട് എന്താണ് ഈ യഥാർത്ഥ ഗുണങ്ങൾ? ഈ വേദനയ്ക്കുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള മാറ്റം ചികിത്സ വഴി കൊണ്ടുവരാൻ കഴിയും. അവർക്ക് കിടപ്പിലായ ആൾക്കാരുണ്ടാവാം, അവർക്ക് നീറ്റ് നടക്കാൻ കഴിയും. ചിലപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൽ സുഷുമ്ന നാഡീനെയൊക്കെ ബാധിച്ചേക്കാം. ഇത് വളർന്നിട്ടേ ആ സുഷുമ്ന നാഡിനെ ബാധിച്ചു കഴിഞ്ഞാൽ ആൾക്ക് നടക്കാനും അയാളുടെ ദിനചര്യകൾ ചെയ്യാൻ വേറൊരാളുടെ സഹായത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഏറ്റവും പേടിയുള്ള ഒരു കാര്യം. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് അവരെത്തിക്കാതെ നമുക്ക് കഴിയുന്നതും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാൻ പറ്റാറുണ്ട്. ഇനി ഇതിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ അതല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിങ്ങിൽ എന്തെങ്കിലും സ്റ്റെപ്പുകൾ നമുക്ക് പറയാനുണ്ടോ? പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഏറ്റവും നമ്മുടെ വ്യായാമക്കുറവ്, അമിതവണ്ണം, ഒരു പരിധിവരെ നമ്മുടെ ദുശീലങ്ങൾ, സ്മോക്കിങ്ങിനൊക്കെ ചെറിയൊരു റോളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫാമിലിയലായിട്ടുള്ള ജനിതകമായ കാര്യങ്ങൾ, ഫാമിലി ഹിസ്റ്ററി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അത് വീട്ടിൽ ഉപ്പയ്ക്കുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുറേ നമ്മുടെ ജനറേഷൻ വീട്ടിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, അതേപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇവയൊക്കെ ഉണ്ടെങ്കിൽ ബ്രാക്ക ജീൻ മ്യൂട്ടേഷൻ റിലേറ്റഡ് ക്യാൻസേഴ്സ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലും വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള സ്പെസിഫിക് സ്ക്രീനിങ് നേരത്തെ തന്നെ തുടങ്ങുന്നത് വളരെ നല്ലതാണ്. സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ സാധാരണ നിർദ്ദേശിക്കുന്നത്? നമ്മൾ യൂഷ്വലി PSAയും അൾട്രാസൗണ്ടും അതേപോലെ MRI, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ MRI എടുക്കാനാണ് പറയാറ്. അത് ഓരോരുത്തരുടെയും ഓരോ സമയത്തിനനുസരിച്ച്. അത് യൂഷ്വലി വീട്ടിൽ വന്ന ആദ്യത്തെ ആൾക്ക് വന്നതിന് 10 വർഷം മുമ്പ് വരെ തുടങ്ങാറുള്ളൂ. അതുപോലെ തന്നെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞ് നോക്കിയാൽ തന്നെ മിക്കവാറും പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ പ്രാരംഭ ദശയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറുണ്ട്. പക്ഷേ ഫാമിലിയിലൂടെയൊക്കെ റൺ ചെയ്യുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഈ ബ്രാക്ക മ്യൂട്ടേഷൻ റിലേറ്റഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് നമുക്ക് കുറച്ചും കൂടി നേരത്തെ സ്ക്രീനിങ് ഒരു 50 വയസ്സ് മുതൽ തുടങ്ങുന്നത് വളരെയധികം നന്നായിരിക്കും. അപ്പോൾ ദുശ്ശീലങ്ങൾ വിടുക, അമിതവണ്ണം ഒഴിവാക്കുക, വ്യായാമം ശീലമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾക്ക് സ്ക്രീനിങ് നമ്മൾ നിർദ്ദേശിക്കാം. ഇനി ഇതൊന്നും ചെയ്തില്ല, ക്യാൻസർ വന്നു എന്നാൽ പോലും ചികിത്സിക്കാൻ ഭയക്കേണ്ടതില്ല. ചികിത്സ ഫലപ്രദമാണ്, ലളിതമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നാൽ പലപ്പോഴും ക്യാൻസറിൻ്റെ ഡോക്ടർ മാത്രമേ ഒഴികെ ബാക്കി എല്ലാവരും കാണുന്ന ഒരു സ്വഭാവം കൂടി ആൾക്കാർക്കുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുന്ന രീതിയിലൊരു ചികിത്സ ക്യാൻസറിൻ്റെ ഡോക്ടർ തരില്ല എന്നുകൂടി ഓർപ്പിക്കുക. കാരണം പലപ്പോഴും നമ്മൾ അവരെ 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് വന്നത്. കാരണം അത്രയും കാലം അവർക്ക് കുഴപ്പമില്ല, പക്ഷേ ആ സമയം അത്രയും അവർക്ക് വേദനകളും മറ്റേതൊക്കെ ഉണ്ടാവും. വേദനകളും പ്രയാസങ്ങളും മാക്സിമം കുറയ്ക്കുക എന്നുള്ളതും കൂടി ഈ ചികിത്സയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നമ്മോട് പങ്കുവെച്ച പെരുന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റിലെ ഡോക്ടർ ഫവാസ് അലിക്ക് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.